ഹായ് മച്ചന്മാരെ, അപ്പം ഇവിടുത്തെ വന്ന് ഇവിടെ ഈ RCCB ട്രിപ്പിംഗ് ആയിട്ട് വന്നിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ഈ വയർ മുഖാന്തരമാണ് ട്രിപ്പിംഗ് ആയത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടിയാണ് ഇട്ടിരിക്കുന്നത്. ഈ കാണുന്ന പൈപ്പ് കൂടി കംപ്ലീറ്റ് ചതിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കംപ്ലീറ്റ് ചതിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് ഒഴിവാക്കി മോട്ടറിൻ്റെ പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് എടുത്തിട്ട് പുതിയൊരു പാനൽ ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു സോക്കറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഊരിട്ടിട്ട് പേർക്ക് പുറത്ത് എന്തെങ്കിലും വർക്കൊക്കെ വരുമ്പോൾ അതിന് എടുക്കാൻ വേണ്ടിയിട്ട് സോക്കറ്റ് കൊടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് കംപ്ലീറ്റും ഓപ്പൺ വയറിങ് ചെയ്തിരിക്കുന്നത്. ഇതിന് മേലെ കൂടി എടുത്തിട്ട് നേരെ അങ്ങോട്ട് ഹോൾ അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ആ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടേക്ക് നിലവിൽ 2.5-ൻ്റെ 2 വയർ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഫേസ് ന്യൂട്രൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടോട്ടൽ 3 സെക്ഷൻ നമ്മൾ സെപ്പറേറ്റ് വലിച്ചിട്ടോ. ജസ്റ്റ് ആ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന 6-4 ബോക്സ് കൂടിയാണ് വന്നത്. ഇത് മൊത്തം ചതിലാണ് കേട്ടോ. അപ്പോൾ ഈ ബോക്സ് എന്തായാലും മാറ്റാണ്ട്. അപ്പോൾ ഇതിൽ കൂടിയാണ് ആ 2.5 കൂടി കയറി പോയിരുന്നത്. അപ്പോൾ നമ്മൾ സെക്ഷൻ കംപ്ലീറ്റും ഈ കാണുന്ന ഇവിടെ നിലവിലൊരു 1.25 കേസിംഗ് ഗ്യാപ്പ് ഉണ്ട്. ഈ കൂടി കംപ്ലീറ്റ് അടിച്ചിട്ട് നേരെ സ്വിച്ച് ബോർഡ് ഇട്ടിട്ട് ഇവിടെ നമ്മൾ DB വേറെ ഒന്ന് സെറ്റ് ചെയ്തിട്ടോ. നിലവിൽ ചെറിയ DB ഉണ്ടായിരുന്നത്. അപ്പോൾ സെക്ഷൻ കൂടിയോണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു DBയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. കൺസിൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ എന്തായാലും നമ്മുടെ ചാനൽ വരുന്നുണ്ട് കേട്ടോ.